കേരളത്തിൻ്റെ വലിയ പ്രതീക്ഷയായിരുന്നു രണ്ട് യുവ നേതാക്കൾ. ഒന്ന് ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മകൻ, മറ്റൊന്ന് AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി. പക്ഷെ കൃത്യമായിട്ട് ഞാൻ പറയാം, ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ രണ്ടു പേരുടെയും പെർഫോമൻസ് ഡാം ഷിറ്റ്. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, ഉമ്മൻചാണ്ടി ആരായിരുന്നു? കേരളത്തിലെ കോൺഗ്രസിൻ്റെ അല്ല, കേരളത്തിലെ ജനലക്ഷങ്ങളുടെ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ചാണ്ടി ഉമ്മനെ കണ്ടതും പുതുപ്പള്ളിയിൽ അദ്ദേഹം മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഒരു മീഡിയ ഗൈ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തത്. എങ്ങോട്ടാണ് ഈ ചാണ്ടി ഉമ്മൻ പോയത്? അദ്ദേഹത്തിന് വൈബ്രൻ്റായിട്ട് ഒരു കാര്യങ്ങളെപ്പറ്റി പറയാൻ അറിയത്തില്ല. എവിടെയാണ് പഠിച്ചത്? ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഗ്രാജുവേഷൻ, അതിനുശേഷം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ലോയും ഏതാണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, 2 3 മാസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഒരു വൈബ്രൻറ്റോ ഒരു ഉമ്മൻചാണ്ടിയുടെ 5% പോലും പബ്ലിക്കുമായിട്ടുള്ള ഇൻട്രാക്ഷനുള്ള ക്വാളിറ്റി ഇല്ലാത്ത ഒരു മൊണ്ണയായി മാറി. അപ്പോൾ ഇത്രയും വലിയ യൂണിവേഴ്സിറ്റിയിലും ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ ഇത്രയും നാളും അവിടെ ഉണ്ടായിട്ട് പോലും ഇവനൊരു കുന്തവും പഠിക്കാൻ സാധിച്ചില്ല. ഏത് ഇഷ്യൂ ആണ് ചാണ്ടി ഉമ്മൻ കേരളത്തിൽ ഇന്ന് വരെ MLA ആയ ശേഷം കൊണ്ടുവന്നത്? ഏത് ഇഷ്യൂവിനെ പറ്റിയാണ് കുറച്ച് ഡീപ്പായിട്ട് പഠിച്ച് പബ്ലിക്കുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് എടുത്ത് നോക്ക് നിങ്ങൾ. ആലോചിച്ച് നോക്കേണ്ട സംഭവമാണ്. കേരളത്തിലെ യൂത്ത്സ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കണക്ക് ഏകദേശം ശരിയാണ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ വളരെ അസംതൃപ്തരാണ് കേരളത്തിലെ യൂത്ത്. സ്റ്റുഡൻസ് ആണെങ്കിലും യുവജനങ്ങളും വല്ലാത്തൊരു ഡിസപ്പോയിൻറ്റഡ്. അവർ കാനഡയിൽ പോകുന്നു, ഓസ്ട്രേലിയയിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. കാരണം അവർക്കൊന്നും നോക്കുമ്പോൾ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇനി അപ്പുറത്ത് അനിൽ ആൻ്റണി, AK ആൻ്റണി എന്ന് പറഞ്ഞ് വലിയ മഹാൻ്റെ മകൻ. ഇവർക്കൊക്കെ രണ്ടും കിട്ടിയ പോസിബിൾ ഓപ്ഷൻ കണ്ടോണം. ഉമ്മൻചാണ്ടി മരിച്ചു, പുതുപ്പള്ളി സീറ്റ് അത് ചാണ്ടി ഉമ്മന് കൊടുത്തു. അവിടെ വൻ ഭൂരിപക്ഷം, റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ചാണ്ടി ഉമ്മൻ ജയിക്കുന്നത്. ഉറപ്പായിട്ട് സെൻറ്റിമെൻ്റൊക്കെ മാറ്റർ ചെയ്യും. പക്ഷേ ഇപ്പുറത്ത് നോക്ക്, അനിൽ ആൻ്റണി നേരത്തെ കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു, അതിൻ്റെ കോൺഗ്രസിൻ്റെ മീഡിയ സെല്ലും അതിൻ്റെയൊക്കെ കൺവീനർ ആയിരുന്നു. പക്ഷെ കൃത്യമായിട്ട് പറയും, വാ, ഈ 2 എണ്ണവും പക്കാ മൊണ്ണ. ഏറ്റവും വലിയ മൊണ്ണ എന്ന് പറഞ്ഞ അനിൽ ആൻ്റണിയാണ്. ഞാൻ കഴിഞ്ഞ നാൾക്ക് ഫോണിൽ സംസാരിച്ചു. അപ്പം ഞാൻ തന്നെ ചോദിച്ചു, നിങ്ങൾ എന്ത് കുന്തമാണ് ഇത്രയും നാളായിട്ടും ഉണ്ടാക്കി വെച്ചേക്കുന്നത്? എന്താ ചെയ്യുന്നത്? മനസ്സിലാക്കുക. ഈ പാർട്ടി ഈ BJPക്കകത്ത് വന്നിട്ട് ആ BJPയുടെ നാഷണൽ വൈസ് പ്രസിഡൻറ്റ് പോസ്റ്റാണ് ഈ മോദിയും BJPയും കൂടെ അയാൾക്ക് കൊടുത്തിരിക്കുന്നത്. എവിടെ പഠിച്ചത്? അമേരിക്കയിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് ചെയ്തു. അതിനുശേഷം തിരിച്ചു വന്ന് പൂർണ്ണമായിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നു. പക്ഷെ ഒന്നിനും കൊള്ളാത്തൊരു കിഴങ്ങൻ, ആ വാക്ക ഉപയോഗിക്കുന്നത്. കേരളത്തിലെ ഇഷ്യൂസ് എന്തൊക്കെയാണ്? വളരെയധികം സോഷ്യൽ ഇഷ്യൂസ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ അനിൽ ആൻ്റണി ആ ഇഷ്യൂവിനെ പറ്റി അഡ്രസ്സ് ചെയ്തു. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇവർ രണ്ടുപേരും ന്യൂ ജനറേഷൻ ലീഡേഴ്സാണ്. ഇവിടുത്തെ ന്യൂ ജനറേഷനെ പറ്റിയുള്ള കാര്യങ്ങൾ, പബ്ലിക്കിന് അവയർനെസ്സും ഈ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു അറ്റാക്കും ഗവൺമെൻറ്റിനെ പഠിപ്പിച്ചു കൊടുക്കും. ഇതല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവർ ആ രീതിയിൽ പോകും. പക്ഷെ രണ്ടുപേരും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് ഈ വെറും മൊണ്ണകളായി മാറി. ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒന്നിനും കൊള്ളത്തില്ല. പ്രത്യേകിച്ച് അനിൽ ആൻ്റണി ഒരു പുല്ലിനും കൊള്ളാത്തവൻ. അപ്പം ഞാൻ അനിലിനോട് ചോദിച്ചു, ഈ കേരളത്തിൽ ഇത്ര ഇഷ്യൂ നടക്കുന്നുണ്ട്, താങ്കൾ ഇപ്പോഴും ഡൽഹിയിലാണ്, അത് കഴിഞ്ഞാൽ മറ്റുള്ള എവിടേക്കോ പോകുന്നു, താങ്കൾ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നർച്ചർ ചെയ്ത പോലെ പത്തനംതിട്ട കോൺസ്റ്റിറ്റ്യുവൻസിയാണ് കേരളത്തിലെ ഇഷ്യൂവിൽ ഇടപെടാത്തത്? അപ്പോൾ അവൻ പറഞ്ഞ മറുപടിയാണ് തമാശ. അയാൾ മേഘാലയയിൽ ഇൻചാർജാണ്, അതേപോലെ തന്നെ ജാർഖണ്ഡിലെ ഇലക്ഷൻ്റെ സംഭവമാണ്, അതാണ് പാർട്ടിയുടെ നാഷണൽ കമ്മിറ്റി അസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, AK ആൻ്റണി AICC ജനറൽ സെക്രട്ടറി, അത് അന്നത്തെ കാലം. പക്ഷേ നോർത്ത് ഈസ്റ്റിൻ്റെ ഒക്കെ ചാർജ് ഉണ്ടായിരുന്നു. കാരണം വളരെ പ്രഗത്ഭനായ AICC ജനറൽ സെക്രട്ടറി ആയിരുന്നു AK ആൻ്റണി, അദ്ദേഹത്തിൻ്റെ പിതാവ്. അപ്പോൾ അയാൾ എപ്പോഴും കേരള കാര്യത്തിൽ ഇടപെടുമായിരുന്നു. ഇതാണ് പറയുന്നത്. ഇതിന് ബോധമില്ല ബേസിക്കലി എന്തുവാ ഈ പറയുന്നതെന്ന്. അതായത് ചിലപ്പോൾ എനിക്ക് ഫോട്ടോ അയച്ചു തരാറുണ്ട്, ഏതോ ഇൻ്റർനാഷണൽ മീറ്റിംഗ്, പല രാജ്യങ്ങളിൽ അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നു. എന്ത് കുന്തം പങ്കെടുത്താലെന്തുവാ? കേരളത്തിൻ്റെ ഇഷ്യൂ ആയിട്ടാണ് ബന്ധപ്പെടേണ്ടത്. ഈ അനിൽ ആൻ്റണിക്ക് കേരളം വിട്ട് ഏതെങ്കിലും സ്റ്റേറ്റുകളിൽ പോയി എലക്ഷൻ മത്സരിച്ച്, അതായത് രാജ്യസഭയുടെ കാര്യമല്ല, സ്റ്റേറ്റിൽ അവിടെ കോൺസ്റ്റിറ്റ്യുവൻസി മത്സരിച്ച് ജയിക്കാൻ പറ്റുമോ? കേരളത്തിൽ വന്നേ പറ്റത്തുള്ളൂ. കേരളത്തിലാണ് ബേസ് ഉണ്ടാക്കേണ്ടത്. അത് സ്ഥിരമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ കൂടെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ.
ഇത് ഡൽഹിയിൽ ഗ്രേറ്റർ കൈലാഷിൽ വീടൊക്കെ മേടിച്ച് അവിടെ സുഖമായിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി താമസിക്കുന്നു ലാവിഷായിട്ട്. ഇതാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അതായത് രണ്ടുപേരും, അതായത് ആൻറ്റി ഉമ്മനാണെങ്കിലും അനിൽ ആൻറ്റി, രണ്ടുപേരും രണ്ട് പ്രഗത്ഭ നേതാക്കളുടെ മക്കളാണ്. കംപ്ലീറ്റ് ഡിസപ്പോയിൻറ്റഡ്. അതേപോലെ അനിലിനോട് ഞാൻ പറഞ്ഞതാണ്, അവൻ്റെ ഇംഗ്ലീഷ്, മലയാളം ഈ പ്രസംഗിക്കുന്ന സമയത്തും പറയുന്ന സമയത്തും ഫൊണറ്റിക്സ് പ്രശ്നമുണ്ട്. ഇപ്പം മോദിജിയെ പറഞ്ഞ മോദിജിയെ പുള്ളി ഉദ്ദേശിക്കുന്നത്, പക്ഷെ അത് പറഞ്ഞ് പുറത്ത് വരുമ്പോൾ മോങ്ങിജി എന്നാവും. ഇപ്പം ഞാൻ പറഞ്ഞ ഫൊണറ്റിക്സ് പഠിക്കണം, എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് മലയാളം. കാരണം താങ്കൾ മലയാളം നേറ്റീവ് ലാംഗ്വേജ് തന്നെ ഉപയോഗിച്ച് കേരളത്തിൽ താങ്കൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കുമോ, മീഡിയയോടാണെങ്കിലും പബ്ലിക്കിനോടാണെങ്കിലും. പക്ഷേ ഇതൊന്നും കേൾക്കാനുള്ള ബോധം ഈ ചെക്കനില്ല. അതായത് ഇവനൊരു കുന്തും അറിയത്തില്ല. കാരണം അവിടുന്ന് കയറി വന്നു, കേരളത്തിലെ മീഡിയ സെല്ലിൻ്റെ ഇരുന്നു. അതിനുശേഷം BBC വന്നൊരു ഡോക്യുമെൻ്ററി ആയിട്ട് ബന്ധപ്പെട്ട് മോദിക്ക് അനുകൂലമായിട്ടൊരു പോസ്റ്റ് ട്വിറ്ററിലിട്ടു. തുടർന്ന് പെട്ടെന്ന് BJPയിലാവുന്നു, BJPയുടെ നാഷണൽ വൈസ് പ്രസിഡൻ്റായി. ഞാൻ കൃത്യമായിട്ടങ്ങ് പറയാം, ഈ രണ്ട് നേതാക്കൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ, അനിൽ ആൻ്റണിയുടെ കാര്യം കൃത്യമായിട്ട് പറയാം, ഇവനെ കൊണ്ട് ഒരു കുന്തത്തിനും കൊള്ളത്തില്ല. കാരണം എനിക്കും BJPയുടെ പല നാഷണൽ ലീഡേഴ്സ് ഉണ്ടല്ലോ, അവരോടൊക്കെ ചോദിച്ചു ഒന്നിനും കൊള്ളാത്തൊരു യൂസ്ലെസ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചേക്കുന്നത്. കാരണം പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണി മത്സരിച്ചപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം ഒരു പുതിയ നേതാവ് വരട്ടെ, വിദേശത്ത് പഠിച്ച, സ്റ്റാൻഫോർഡിൽ പഠിച്ച, അതുപോലെ AK ആൻ്റണിയുടെ കുടുംബത്തിൽ നിന്നാണ് ഒരു നേതാവ് വരട്ടെ. കാരണം കേരളത്തിലുള്ള നേതാക്കളുടെ, യുവ നേതാക്കളുടെയൊക്കെ പ്രശ്നം, അവർക്ക് ഈ ഗ്ലോബൽ കാര്യങ്ങളെ പറ്റിയൊന്നും വലിയ പിടിയൊന്നുമില്ല, നാഷണൽ കാര്യങ്ങളെ പറ്റി വലിയ അറിവൊന്നുമില്ല. പക്ഷേ രണ്ടും ഡിസപ്പോയിൻറ്റഡ് ആണ്. ഇവർ ചാണ്ടി ഉമ്മൻ JNU പഠിച്ചിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന വലിയ പൂജ്യം. ഇവൻ സ്റ്റാൻഫോർഡ്, അമേരിക്കയിലെ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയാണ്. അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്, അതിലാണ് മാസ്റ്റേഴ്സ്, അതിലും പൂജ്യം. പിന്നെ എന്ത് കുന്തമാണ് ഇവന്മാർ ചെയ്യാൻ പോകുന്നത്? അതായത് കേരള രാഷ്ട്രീയത്തിൽ ഈ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ കേരള രാഷ്ട്രീയത്തിൽ വൻ പൂജ്യമായിട്ട് മാറി. അതായത് ന്യൂ ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവന്മാർക്കൊരു കുന്തവും അറിയത്തില്ല. അതിനേക്കാളും അറിയുന്നവരുണ്ട് കേരളത്തിലെ KSUവിൽ അവിടെയൊക്കെ പ്രവർത്തിച്ചവർ. രണ്ടുപേരുടെയും പ്രശ്നമെന്ന് പറയുന്നത്, ഇവർ നേതാക്കന്മാരുടെ മക്കളായതിൻ്റെ പേരിൽ ഇവർക്ക് ഈ ഗ്രൗണ്ട് റിയാലിറ്റിയെ പറ്റി പഠിക്കാനൊന്നും ഇവർക്ക് സമയം കിട്ടിയില്ല. ഗ്രൗണ്ടിൽ പഠിക്കണം. അതായത് ഗ്രൗണ്ട് സീറോയിൽ നിന്നാണ് രാഷ്ട്രീയക്കാർ തുടങ്ങേണ്ടത്. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് അനിൽ ആൻ്റണി. അവൻ ഗ്രൗണ്ടും ക്രാപ്പും കോപ്പും ഒന്നും അറിയുന്നൊന്നുമില്ല. അതിൻ്റെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം എങ്ങനെയാണ് അതിനകത്ത് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിക്ക് ഈ പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊന്നും ഉണ്ടായിരുന്ന ആളല്ല, സിനിമാ നടനായിരുന്നു. അവിടുന്ന് 6 പ്രാവശ്യം തോറ്റു. ആ തൃശ്ശൂർ മണ്ഡലം നർച്ചർ ചെയ്ത് വിജയിപ്പിച്ചു. അതാണ് ആ കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. അതെങ്കിലും മനസ്സിലാക്കാനുള്ള ബോധം ഈ അനിൽ ആൻ്റണിക്ക് ഇല്ലാതായിപ്പോയി. ഇതാണ് ഏറ്റവും വലിയ സഹതാപം. ഒരു കാര്യം ഞാൻ പറയുന്നു, അനിൽ ആൻ്റണിയെ പത്തനംതിട്ടയിൽ പിന്തുണച്ചതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. അത് ഞാൻ ഐ എം റിഗ്രറ്റിങ്. കാരണം ഒരു കാരണവശാലും ഇതേപോലൊരു കാരണം ഒരു കഴിവുമില്ല. ചിലപ്പോൾ ചില ഫോട്ടോയും ജാർഖണ്ഡിൽ നിൽക്കുന്നു, മേഘാലയയിൽ നിൽക്കുന്നു, ചില കോൺഫറൻസിൽ പങ്കെടുക്കുന്നു. എന്ത് കുന്തവാ! രാഷ്ട്രീയമെന്ന് പറയുന്നത് ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് സ്വന്തം സ്റ്റേറ്റിൽ എവിടെയാണ് ആ സ്പെസിഫിക് ആയിട്ടുള്ള പ്രദേശം, അവിടെ നിന്നാണ് പൊളിറ്റിക്സിലോട്ട് വരേണ്ടത്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കൂ. എന്തൊക്കെ പറഞ്ഞിട്ടാണിത് പോയത് ആലോചിച്ചിട്ടുണ്ടോ? അതേപോലെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം മുനമ്പം ഇഷ്യൂ. ഈ ഇഷ്യൂവായിട്ട് കേരളം കത്തുന്നൊരു ഇഷ്യൂ ആണ്. ഈ അനിൽ ആൻ്റണിയൊക്കെ അവിടെ വന്ന് ആ സംഭവങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതൊരു വലിയ ഇഷ്യൂ ആക്കിയെടുക്കാം. അതിന് ശ്രമിച്ചോ? അതിന് ശ്രമിച്ചില്ല. ഇപ്പോൾ കേരളത്തിൽ ഇലക്ഷൻ നടക്കുക 3 ഓരോ ദിവസം ഇവനാരാ പ്രധാനമന്ത്രി ഓരോ ദിവസം. അതാ ഞാൻ പറഞ്ഞത്, ഒരു പക്ക മൊണ്ണയായി മാറി. ചാണ്ടി ഉമ്മൻ്റെയും കാര്യം വ്യത്യസ്തമൊന്നുമല്ല. കാരണം ഉമ്മൻചാണ്ടിയുടെ 100-1 കഴിവ് പോലും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ. അതിനേക്കാളും മെച്ചമായിരുന്നു അച്ചു ഉമ്മൻ വല്ലതും ആയിരുന്നു. കാരണം ഇൻട്രാക്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും അതെന്താണ് ചെറുപ്പക്കാരുടെ ആവശ്യം അത് ജനങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവന്ന് അതിനൊരു പരിഹാരം വരാൻ വേണ്ടി ശ്രമിച്ചേനെ. കാരണം പ്രതിപക്ഷത്തിരുന്നിട്ട് പോലും അതിന് പോലും കഴിയാത്ത ഒരുത്തനായിട്ട് ചാണ്ടി ഉമ്മനും അനിൽ ആൻ്റണിയുമാർ, അതായത് പഴയ KSUവിൻ്റെ പഴയ 2 നേതാക്കളായിരുന്നു ഉമ്മൻചാണ്ടിയും AK ആൻ്റണിയും. അവരുടെ 2 മക്കൾ, അത് അടുത്ത തലമുറ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൻ്റെ ദുരന്തങ്ങളായി മാറി. അതാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത്.